ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ചെറിയ കുറച്ച് കുഞ്ഞു വിശേഷങ്ങൾ അല്ലേ? ഉച്ചയ്ക്കും ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു കുറച്ച് വിശേഷങ്ങൾ അല്ലേ? അവിടെ ആ വിശേഷത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് വെടിക്കുരു, ചക്കക്കുരു. ഇതാ ചക്കക്കുരു. ഈ ചക്കക്കുരു നമ്മളിതാ ഇത് അരവേവാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഞാൻ ഒന്ന് ചെറുതായിട്ട് വേവിച്ച് വെച്ചേട്ടോ. അരവേവാക്കി നമ്മൾ ഇന്നാള് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചക്ക കാണിച്ചപ്പോൾ പറഞ്ഞല്ലോ ഇനി അതിന്റെ കുരു നമുക്ക് കറി വെക്കണമെന്ന്. അപ്പൊ അതിനായിട്ട് നമ്മൾ കറി വെക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. ഇതിപ്പോ നമ്മള് കുറച്ചേ ഉള്ളു കേട്ടോ. വേവിച്ചതിന് ശേഷം ഇനി നമ്മൾ ഇത് നീളനായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇത് തീയലുണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ജൂലിക്കുട്ടി ഇതാ ഉറങ്ങാനായിട്ട് നമ്മുടെ മോൾ ഭാഗത്ത് കയറി കിടക്കുന്നതാണ്. ജൂലിക്കുട്ടി ചോറിന് വേണ്ടി ഇങ്ങനെ നോക്കി കിടക്കണേണോ? ഞാൻ ദോശ കൊടുത്തു. ദോശ തിന്നാത്തോണ്ട് ഇത്തിരി മീൻ കറിയൊക്കെ ചേർത്ത് ഇപ്പോൾ കൊടുത്തു. കുറച്ച് നേരമായുള്ളൂ കൊടുത്തിട്ട്. തറയിൽ കിടക്കാൻ ചൂടല്ലേ, അതുകൊണ്ടായിരിക്കും ഇവിടെ മുകളിൽ കയറിയിരിക്കുന്നത്. ജൂലി ജൂലി ഇപ്പോഴത്തെ നമ്മുടെ തവ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ എന്താണ് ചക്കക്കുരു അല്ലെങ്കിൽ വെടുക്കുരു തീയലുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ വീത്തി കടുകിട്ട് അതിലേക്ക് നമ്മൾ സവാള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള കുറഞ്ഞോ കേട്ടോ? കുറച്ച് മതി. സവാള വഴറ്റിയ ശേഷം അതിലോട്ട് നമ്മൾ ചെറിയ കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ്. എന്തിരുന്നു പാട്ട് പാടാൻ സമ്മതിക്കും. ഓക്കെ, അങ്ങനെ ചോറ് നൂത്ത് വച്ചിട്ടുണ്ട് ഗായ്സ്. ചോറ് അങ്ങനെ റെഡിയായി. നമ്മുടെ കറിയിലെ പ്രധാന ഐറ്റമായിട്ടുള്ള ചക്കക്കുരു കൂടി നമ്മളിപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു പകുതി വേവിച്ചായതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്തത് അല്ലേ കേട്ടോ. നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. നമ്മുടെ കറിയിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വീത്തി കൊടുത്ത് നമ്മുടെ കറി ഇതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടാ ഒരുപാട് വറ്റിക്കണം കേട്ടോ. വേണ്ടല്ലോ. ചക്കക്കുരു റോസ്റ്റ് ആക്കിയിരുന്നു. അയ്യോ പച്ചമുളക് ഇട്ടില്ല. അതൊന്നും. ഈ മുട്ട കൂടി റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ചോറ് കഴിക്കാം. പിന്നത്തെ ഞാൻ ചേട്ടൻ വരുന്നതിന് മുമ്പ് ഞാൻ വെണ്ടയ്ക്ക ഒരു മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ രാവിലെ തിരികെ ഇത്തിരി തേങ്ങ കൂടി ഇരുന്ന് അതും കൂടിയൊക്കെ ഇട്ടാണ് ഇന്നൊരു വെണ്ടയ്ക്ക തോരൻ പോലെ വെച്ചേട്ടോ. ചോറ് കഴിക്കാം. റേഷേരി ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ വെക്കാം. നാളെ റേഷേരി വയ്ക്കാം. ആ പുക കൊണ്ട് ഇവിടെ അത്രയും കാര്യമല്ലേ, ആൾക്കാരെ വേടിപ്പിക്കണം നിങ്ങൾ. എനിക്ക് താ വെണ്ടയ്ക്കായി മുട്ടയായി. ഇനി ചക്കക്കുരു സ്പെഷ്യൽ കറി കൂടി വന്നാൽ ചോറ് കഴിക്കാം. മതി 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 വേണമെങ്കിൽ ഞാൻ എടുത്തോളാം. വെണ്ടയ്ക്ക ചേട്ടന് ചോറിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ഇന്നലത്തെ ചാള ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ട. അങ്ങനെ കൂട്ടുകാരെ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയ തണ്ണിമത്തനാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് അമ്മ ഞങ്ങൾക്ക് ഇത് കൊണ്ടുവന്നത് മീനുകുട്ടിക്ക് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നലെ പിന്നെ വൈകുന്നേരം ഞങ്ങൾക്കൊരു യാത്രയൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും തണ്ണിമത്തം അപ്പോഴും വേണ്ടിയില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒരു തണ്ണിമത്തം പൂരം കഴിക്കാമെന്ന്. എന്തായാലും ചൂട് സമയമല്ലേ, ഇപ്പോൾ എല്ലായിടത്തും വഴിവെക്കിൽ എവിടെ പോയാലും തണ്ണിമത്തം തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളും കഴിക്കാം, മീൻ വരുമ്പോൾ മീനും കൊടുക്കാമെന്നും പറഞ്ഞ് അരിഞ്ഞ് വെക്കുന്നതാണ് കേട്ടോ. അല്ലേട്ടാ, മീൻ കുറേ ദിവസം കൊണ്ട് തണ്ണിമത്തം വാങ്ങിക്കണമെന്ന് പറയണേ നമ്മൾ. പക്ഷേ ഒന്ന് വാങ്ങിച്ചാൽ നമുക്കിവിടെ ഫ്രിഡ്ജില്ല, ബാക്കി വയ്ക്കാനും പറ്റത്തില്ല.
എന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമുക്ക് കിട്ടിയത്. മധുരം ഉണ്ടോ നോക്കട്ടെ. കുരു വന്നു. ജൂലി ചോറപ്പം തരുവേ. ഓക്കെ, അപ്പോഴ് നമുക്ക് അതെ ഒരു പാത്രം തണ്ണിമത്തനും ഇതാ വാവച്ചി. അപ്പം ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് വന്നിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം അല്ലേ. ഞാൻ പോവേണം. അപ്പം ഞാൻ പോയിട്ട് വന്നു. അതെ, ഇനിയിപ്പോൾ അച്ഛനും അമ്മേനെയും കൊണ്ടുവന്ന് പേരിലാക്കണം. ഓക്കെ, അപ്പം ഞാൻ പോയിട്ട് വന്നെടുക്കാം അടുത്ത വീഡിയോസ്. ഹലോ, ഏയ് എന്തരുത് ഡേയ്, എന്തരുത് മൊബൈലുണ്ടോട്ട്. അപ്പൊ ചേട്ടൻ വന്നപ്പോ നമുക്കതാ കുറച്ച് മലക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ബീട്രൂട്ട്, ക്യാരറ്റ്, സവാള, തുണിയൽവ വാങ്ങിക്കുന്ന പൊടി, തൈര്, അങ്ങനെ മലക്കറിയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു. ഇതെന്തിനാണെന്ന് നമുക്കും അറിയില്ലേ. പഞ്ചസാര, മീനിന് കൊണ്ടുപോകാനുള്ള സ്നാക്സ്, തേയില, ന്യൂ ലേബർ. പിന്നെ ഞാനും മീനുക്കുട്ടിയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ തണ്ണിമത്തം തീർന്നില്ല. അപ്പം ചേട്ടൻ പറഞ്ഞു നമുക്കെങ്കിൽ പിന്നെ ഒന്ന് ജ്യൂസ് അടിക്കാം. അതായത് ഞങ്ങൾ ജ്യൂസ് അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ കൂട്ടുകാരി. എടുത്തോ മീനു. കുടി, ടേസ്റ്റ് ഉണ്ടോ? ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇരുന്നപ്പം ദാ കുറച്ച് ചക്കപ്പഴം. ഇത് വരിക്കല്ലേ ഏട്ടാ, വരിക്ക ചക്ക ഇട്ടേട്ടോ. അപ്പൊ വിചാരിച്ചു പിന്നെ അതും കൂടി അങ്ങ് കഴിക്കാം. കിട്ടണതൊക്കെ കഴിക്കും. ഇത്തിരി കിട്ടി. ഇതും അമ്മ തന്നെയല്ലേ ഏട്ടാ, അമ്മ തന്നതാ. അതാണ് അച്ഛാ, ചക്ക കഴിക്കാം. നിങ്ങൾക്കൊക്കെ കൂട്ടുകാരെ ചക്കയൊക്കെ കിട്ടിയോ? നിങ്ങളൊക്കെ എല്ലാവരും ചക്കയൊക്കെ കഴിച്ചോ? അച്ഛ എടുത്തരും, അത് വെട്ടിയാലേ പറ്റുള്ളൂ. മീനുട്ടി എങ്ങനെയുണ്ട് ചക്കപ്പഴം? മീനുക്കുട്ടിക്ക് ആദ്യമൊന്നും ചക്കപ്പഴം അത്ര ഇഷ്ടമല്ല, ഇപ്പൊ ഇഷ്ടമാണ് അല്ലേ മീനുക്കുട്ടി? ആ സത്യം തന്നെ, നമുക്ക് തോര കിട്ടുമ്പോൾ ആർക്കും വേണ്ട, അങ്ങോട്ടടിച്ച് ഇങ്ങോട്ടടിച്ചൊക്കെ പോകും. ഇത് ഇത്തിരി നമുക്ക് കണക്ക് സത്യത്തിൽ ഇങ്ങനെയാണല്ലേ, കുറച്ച് കുറച്ച് കിട്ടണത് ആണ് നമുക്ക് നല്ലത്. എല്ലാവരും കഴിക്കും. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന ഞാൻ കഴിക്കണ്ടേ? ഞാനും കഴിക്കട്ടെ. അപ്പൊ ഇനി ചായ കൂടി കുടിക്കുക അല്ല ഏട്ടാ, ഓരോ ഗ്ലാസ് ചായ കൂടി കുടിക്കുക. ചേട്ടാ മറ്റേ ഇന്നലെ അന്ന് മേളയെന്ന് വെച്ചാൽ ആ സാധനം ഉണ്ട്, അതും കൂടെ വേണമെങ്കിൽ എടുത്തോട്ടെ. അതും മധുരം തന്നെ തോന്നുന്നു. എവിടെ അതും കൂടി ഇങ്ങോട്ട് കാണിച്ചേ. ഇത് മറ്റേ മധുര സാധനമാണ്, ഈ ആക്രി എല്ലാ സാധനങ്ങളും കൂടെ. ഇത് 50 രൂപ അല്ലേ ഏട്ടാ? ഇത് നിറച്ചുണ്ടായിരുന്നു, ബാക്കി നമ്മൾ തിന്ന് തീർത്തു. പിന്നെ നമ്മളെ ഇത്ര ചക്കക്കുരു ഉള്ളൂ. ചക്കക്കുരു അടുത്ത കറിക്കുള്ള ചക്കക്കുരു കിട്ടി. ചായ കുടിക്കാം. അപ്പോൾ കൂട്ടുകാരെ ഇതാ ഇത് നമുക്ക് നാളത്തേക്ക് അപ്പത്തിന് വേണ്ടിയിട്ട് ലൈവ്. ഇതിനിടയ്ക്ക് നമ്മളൊരു ലൈവൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൈവും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പത്തിന് മാവ് ഒന്ന് ആട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ അപ്പമാണ്. മാവൊക്കെ ആട്ടി വെച്ചിട്ടുണ്ട്. ചോറ് കഴിക്കാനായിട്ട് മീനുക്കുട്ടി വന്നിരിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ച മുതൽ രാത്രി വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. എപ്പോഴും പറയും പോലെ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.